Hello everyone. Welcome back to Literary Hurdles. Let's learn together. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിമമണ്ട ഗോസി അഡിച്ചെയുടെ ഓട്ട് ടു ദ മേക്കപ്പ് എന്ന സ്പീച്ചാണ്. ആരാണ് ചിമമണ്ട ഗോസെ അഡിച്ചെ എന്ന് നമുക്ക് നോക്കിയാലോ? ചിമമണ്ട ഗോസെ അഡിച്ചെ is considered to be one of the finest novelists in Nigeria. She is also known as a short story and non-fiction writer. നൈജീരിയയിലെ വളരെ മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ചിമമണ്ട ഗോസെ അഡിച്ചെ. അവർ നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, ഷോർട്ട് സ്റ്റോറീസും നോൺ ഫിക്ഷൻസും ഒക്കെ എഴുതുമായിരുന്നു. ഷി ഹാസ് പബ്ലിഷ്ഡ് ദ നോവൽസ് പർപ്പിൾ ഹിബിസ്കസ്, ഹാഫ് ഓഫ് എ യെല്ലോ സൺ ആൻഡ് അമേരിക്കൻ നാഹ്, ദ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ദ തിങ് അറൌണ്ട് യുവർ നെക്ക് ആൻഡ് ദ ബുക്ക് ലെങ്ത് എസ്സേ വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ്. ഷീ ഈസ് ദ റെസിപ്പിയന്റ് ഓഫ് സെവറൽ അവാർഡ്സ്, ഓണേഴ്സ് ആൻഡ് പ്രൈസസ്. പർപ്പിൾ ഹിബിസ്കസ്, ഹാഫ് ഓഫ് യെല്ലോ സൺ, അമേരിക്കൻ നാഹ് എന്നീ നീണ്ട കഥകളും ദ തിങ് അറൌണ്ട് യുവർ നെക്ക് എന്ന ചെറുകഥാ സമാഹാരവും ഒരു പുസ്തകത്തിൻ്റെ അത്രയും ദൈർഘ്യമുള്ള എസ്സേ ആയ വി ഷുഡ് ഓൾ ബി ഫെമിനിസ്റ്റ് എന്നിവയൊക്കെയാണ് അവരുടെ പ്രധാന കൃതികൾ. ദ ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റ് വായനക്കാരുടെ ഒരു പുതിയ തലമുറയെ ആഫ്രിക്കൻ സാഹിത്യത്തിലേക്ക് ആകർഷിക്കുന്ന യുവതലമുറയിലെ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഒരാളായിട്ടാണ് അഡിച്ചെയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിവിധ പുരസ്കാരങ്ങൾക്കും ബഹുമതികൾക്കുമൊക്കെ അവർ അർഹയായിട്ടുണ്ട്. ഇനി ഈ സ്പീച്ചിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കണ്ടേ? ഇൻട്രൊഡക്ഷൻ ടു ദ എസ്സേ. ഇവിടെ എസ്സേ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ആക്ച്വലി ഒരു സ്പീച്ചാണെന്ന് പറഞ്ഞിരുന്നു. The essay for the study is actually the transcription of a speech delivered by Adichie to the graduating class of Wellesley College, Massachusetts, a women's liberal arts institution. The speech talks about what it means to be a woman and examines the question of beauty. മാസച്യൂസെറ്റ്സിലെ ഒരു വനിതാ കോളേജായ വെല്ലസ്ലി കോളേജിലെ ഗ്രാജുവേറ്റിംഗ് ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആഡിച്ചെ നടത്തുന്ന ഒരു സ്പീച്ചിൻ്റെ പകർപ്പാണ് നമ്മുടെ ഈ എസ്സേ. In this essay, Adichie promotes using makeup and cosmetics as it has helped her fight gender biases. She promotes self-worth, asking the students to do what matters to them. She also asks the students to come out of following the gender stereotypes and develop their own identity as well as individuality. ഒരു സ്ത്രീ ആരാണെന്നും സ്ത്രീത്വത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്നുമാണ് അവർ ഇവിടെ നമുക്ക് മുമ്പിൽ പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള മുൻവിധികളെ പ്രതിരോധിക്കാൻ മേക്കപ്പും കോസ്മെറ്റിക്സും ഒക്കെ ഉപയോഗിക്കാം എന്നവർ പറയുന്നു. അതുപോലെ നമ്മൾ വിലമതിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ അഡിച്ചെ കുട്ടികളെ ഉപദേശിക്കുകയാണ്. പെണ്ണെന്നുള്ള യാഥാസ്ഥിതിക സങ്കല്പത്തിൽ നിന്ന് മോചിതരാകാനും നമ്മുടെ ഐഡൻറ്റിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും വികസിപ്പിക്കുവാനും അവർ ഗ്രാജുവേറ്റ്സിനോട് പറയുന്നു. ഇനി നമുക്ക് സ്പീച്ചിലേക്ക് കടന്നാലോ? Adichie begins a speech by thanking Wellesley for the wonderful welcome and introduction. She tells the students that they are lucky to be graduating from Wellesley, from which might emerge USA's first female president, Hillary Clinton. Adichie wasn't very much interested in makeup till her 20s, and this happened when she came across a loud, unpleasant man at a friend's dinner party where they were both guests. ആഡിച്ചെ ഈ സ്പീച്ച് തുടങ്ങുന്നത് തന്നെ വെല്ലസ്ലി കോളേജ് തനിക്ക് നൽകിയ സ്വാഗതത്തിനും ഇൻട്രൊഡക്ഷനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഗ്രാജുവേറ്റ്സിനോട് ആഡിച്ചെ പറയുകയാണ്, നിങ്ങൾ വളരെ ലക്കിയാണ്, കാരണം USA ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയേക്കാവുന്ന ഹിലറി ക്ലിന്റൺ പഠിച്ച വെല്ലസ്ലിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ കാരണം. അടുത്തതായി അവർ മേക്കപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. തനിക്ക് 20 വയസ്സോളം പ്രായമാകുന്നതുവരെ മേക്കപ്പിനോട് അത്ര താല്പര്യമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. മേക്കപ്പ് ചെയ്യാനും മേക്കപ്പിനോട് ഇഷ്ടം തോന്നുന്നതുമെല്ലാം ഒരു സംഭവത്തിന് ശേഷമാണ്. തൻ്റെ ഒരു ഫ്രണ്ട് അയാളുടെ ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ ആഡിച്ചെയെ ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ച് ഒരു മുരടനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആഡിച്ചെയെപ്പോലെ തന്നെ അയാളും ക്ഷണിക്കപ്പെട്ട മറ്റൊരു അതിഥിയായിരുന്നു. ഇനി എന്താണ് ആഡിച്ചെ പറഞ്ഞ സംഭവം എന്ന് നമുക്ക് നോക്കാം. Makeup became beneficial. At 23, Adichie looked about 12. The conversation moved to the traditional Igbo culture and how men could break the collar net. Adichie argued it would be better if it was achievement-based rather than gender. At this, the man had looked at her dismissively and said that she didn't know what she was talking about, as she was a little girl. It was at this juncture that Adichie decided she wanted to look older, and this is where makeup came in handy. She was grateful to that man because she loved makeup from then and its possibilities for temporary transformation. ആഡിച്ചയ്ക്ക് അന്ന് 23 വയസ്സുണ്ടായിരുന്നെങ്കിലും അവരെ കണ്ടാൽ 12 വയസ്സ് മാത്രമേ തോന്നിച്ചിരുന്നുള്ളൂ. അന്ന് ഡിന്നറിൽ പങ്കെടുക്കാൻ വന്നവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആഫ്രിക്കയിലെ പരമ്പരാഗതമായ ഇഗ്ബോ കൾച്ചറിനെ കുറിച്ചും സംസാരമുണ്ടായി.
അങ്ങനെ സംസാരം കോളനട്ടിനെ കുറിച്ചും ആണുങ്ങൾക്ക് എത്ര നിസ്സാരമായിട്ടാണ് കോളനട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന തരത്തിലൊക്കെ സംസാരമുണ്ടായി. കോളനട്ട് എന്ന് പറയുന്നത് ചില ആഫ്രിക്കൻ കൺട്രീസിൽ ആഘോഷങ്ങളിലും മറ്റും ആളുകൾ വായിലിട്ട് ചവയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അത് ചവച്ചു കഴിഞ്ഞാൽ ശ്വാസത്തിന് നല്ല തണുപ്പും സുഗന്ധവുമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡിൽ സോഡയിലൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് കോളനട്ട്. അപ്പോൾ അന്ന് ഡിസ്കഷനിൽ ആണുങ്ങൾക്ക് നിസ്സാരമായിട്ട് കോളനട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാനാവുമെന്ന് പറഞ്ഞത് ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയായ ആഡിച്ചയ്ക്ക് അത്ര രസിച്ചില്ല. അങ്ങനെ ആണുങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തരത്തിൽ ജെൻഡറിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല, ഒരു അച്ചീവ്മെൻ്റ് എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഡിച്ചെ അയാളോട് ആർഗ്യൂ ചെയ്തു. അയാൾ അവളെ പുച്ഛത്തോടെ നോക്കിയ ശേഷം, ഈ പെൺകുട്ടിക്ക് ഒരു വകതിരിവില്ലേ, വലിയ ആൾക്കാർ സംസാരിക്കുന്ന ഇടയിൽ വന്ന് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലാതെ വായി തോന്നിയത് വിളിച്ചു പറയുന്നോ എന്നൊക്കെ ചോദിച്ച് അയാൾ അവളോട് ദേഷ്യപ്പെട്ടു. ഈ സംഭവത്തോടെ തനിക്ക് കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്ന ലുക്ക് വേണമെന്ന് അടിച്ച് തീരുമാനിച്ചു. ഇല്ലെങ്കിൽ ഇതുപോലെ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യമെന്ന് ചോദിച്ച് തന്നെ ഒഴിവാക്കും എന്നവർക്ക് തോന്നി. ഈ അവസരത്തിലാണ് മേക്കപ്പ് ആഡിച്ചയുടെ സഹായത്തിനെത്തുന്നത്. പ്രായം കൂടുതൽ തോന്നിപ്പിക്കുവാനും അതുപോലെ തന്നെ കുറവ് തോന്നിപ്പിക്കാനുമൊക്കെ, അല്ലെങ്കിൽ ഒരു ടെമ്പററി ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്നതിന് മേക്കപ്പിനാവും എന്നറിഞ്ഞതോടെ അവർ മേക്കപ്പിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അടുത്തതായി ആഡിച്ചെ പറയുന്നത് ജെൻഡർ ഇൻജസ്റ്റിസിനെ കുറിച്ചാണ്. Adichie then states that she already knew about gender injustice long before childhood from watching the world. She knew women were not being given the same courtesy that men received. She also believed that being discriminated against did not make you morally better. She knew this because she too was blind from the class privilege, having grown up in an educated family. ഇവിടെ ആഡിച്ചെ പറയുന്നത് താനൊരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ജെൻഡർ ഇൻജസ്റ്റിസിനെ പറ്റി താൻ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ ആണ് പെണ്ണ് തുടങ്ങിയ വേർതിരിവിനെ പറ്റി മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ആണുങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് എപ്പോഴും തനിക്ക് തോന്നിയിരുന്നതായും അവർ പറയുന്നു. ഇങ്ങനെയുള്ള തിരിച്ചു വ്യത്യാസം കാണിക്കുന്നത് കൊണ്ട് മോറലി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് അവൾ വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ അനുഭവിച്ച് തന്നെയാണ് അവളും വളർന്നത്. എന്നാൽ അവളൊരു എഡ്യൂക്കേറ്റഡ് ഫാമിലിയിലാണ് ജനിച്ചത്. ആഡിച്ചെ ഇനി തൻ്റെ അമ്മയെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ആഡിച്ചെസ് മദർ ഇസ് 73 and retired as the first female registrar of the University of Nigeria, which was something unusual then. She likes to tell the story of the first university meeting that she chaired in a large conference room. At the head of the table, there was a sign that said chairman. ഈ സ്പീച്ചിൽ ആഡിച്ചെ അവളുടെ അമ്മയെപ്പറ്റി പറയുന്നത്, അവർക്ക് 73 വയസ്സുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയയിൽ നിന്ന് ആദ്യത്തെ വനിതാ രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത വളരെ ബോൾഡായൊരു സ്ത്രീയാണ് അവളുടെ അമ്മ. അന്നത്തെ കാലത്ത് അത് വളരെ അൺയൂഷ്വലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതും നൈജീരിയ പോലുള്ള ഒരു കൺട്രിയിൽ ഒരു സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആവുക, അതുപോലെ രജിസ്ട്രാറായി ജോലി ചെയ്യുക, ഇതൊക്കെ ഒരു അൺയൂഷ്വലായിട്ടുള്ള സംഭവം തന്നെയല്ലേ. ജോലിക്ക് കയറിയ ശേഷം തൻ്റെ അധ്യക്ഷതയിലുള്ള ആദ്യത്തെ മീറ്റിങ്ങിനെ പറ്റി വാചാലയായി അവർ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അന്ന് തൻ്റെ ടേബിളിന് മുന്നിൽ ചെയർമാൻ എന്നെഴുതിയൊരു ബോർഡ് ഉണ്ടായിരുന്നു. Adichie's mother was about to sit when the clerk came to remove the sign and replace it. Adichie's mother said no, that she was in fact not doing anything different from a chairman. So the sign should be left as it is. Adichie always liked this story for what she thought was fiercely feminist choice. ആഡിച്ചയുടെ അമ്മ അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ക്ലർക്ക് ഓടി വന്ന് ചെയർമാൻ എന്ന് എഴുതിയ ബോർഡ് മാറ്റാൻ തുടങ്ങി. പകരം ചെയർപേഴ്സൺ എന്ന ബോർഡ് വയ്ക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആഡിച്ചയുടെ അമ്മ അയാളോട് പറയുകയാണ്, നോ, അതിൻ്റെ ആവശ്യമില്ല. ചെയർമാൻ എന്ത് ജോലിയായിരുന്നോ ചെയ്തത് അതേ ജോലി തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു സൈൻ ബോർഡ് മാറ്റുന്നതിലൊന്നും വലിയ കാര്യമില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു. ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയായതുകൊണ്ട് തന്നെ ആഡിച്ചയ്ക്ക് ഈ സ്റ്റോറി അമ്മ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. Gender is about context and circumstances. Adichie told this story to a feminist friend and she was troubled by it. She asked Adichie why her mother would need the man part to validate her. Adichie explains her that if there were a standard handbook published by the Secret Society of Certified Feminists, then it would say that a woman should not be or want to be called a chairman. Yet, Adichie says gender is about context and circumstances. The reason Adichie said this story is because standardized ideologies will not always fit life. Life is messy. യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയയിലെ ഫസ്റ്റ് ഫീമെയിൽ രജിസ്ട്രാർ ആയിരുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന തൻ്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ആഡിച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞ ആ ഇൻസിഡൻറ്റ്.
ഈ സ്റ്റോറി ഒരിക്കൽ ആഡിച്ചെ തൻ്റെ ഒരു ഫെമിനിസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു. പക്ഷേ ആ ഫ്രണ്ടിന് ആ സ്റ്റോറി തീരെ അങ്ങ് ദഹിച്ചില്ല. ആ ഫ്രണ്ട് ആഡിച്ചയോട് ചോദിച്ചത്, ഒരാണിൻ്റെ വാല് വേണമായിരുന്നോ നിൻ്റെ അമ്മയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങളെ സാധൂകരിക്കാൻ എന്നാണ്. അമ്മ ചെയ്തത് തീരെ ശരിയായില്ല. ആ ബോർഡ് അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റി ചെയർപേഴ്സൺ എന്നാക്കണമായിരുന്നു എന്നവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ആഡിച്ചെ അവളോട് പറഞ്ഞെന്താണെന്നോ, ഫെമിനിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് അസോസിയേഷനൊന്നും ഇതുവരെ ഇല്ലല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ഒരു സീക്രട്ട് സൊസൈറ്റി ഓഫ് സർട്ടിഫൈഡ് ഫെമിനിസ്റ്റ് എന്നൊരു സംഘടന ഉണ്ടാവട്ടെ. എന്നിട്ട് അവർ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തുവിടട്ടെ. അതായത് നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതിൽ അവർ പറയട്ടെ, ഒരു സ്ത്രീ ചെയർപേഴ്സൺ എന്ന് മാത്രമേ വിളിക്കപ്പെടാൻ പാടുള്ളൂ എന്ന്. ചെയർമാൻ എന്ന ടൈറ്റിൽ ഒരു സ്ത്രീ ഇരുന്നാൽ അത് മഹാ അപരാധമാണെന്നോ മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും ഇതുവരെ എങ്ങും ഇറങ്ങിയിട്ടില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു. ജെൻഡർ അല്ലെങ്കിൽ ലിംഗഭേദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നാണ് ആഡിച്ചയുടെ അഭിപ്രായം. ഈ ഇൻസിഡൻറ്റ് വെല്ലസ്ലിയിലെ സ്പീച്ചിനിടയിൽ പറഞ്ഞത് മറ്റൊരു കാര്യം അവിടുത്തെ ഗ്രാജുവേറ്റ്സിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എപ്പോഴും പല പ്രോബ്ലംസാൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ പല സ്റ്റാൻഡേർഡൈസ്ഡ് ഐഡിയോളജികളും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാം നമ്മുടെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വിധേയപ്പെട്ടിരിക്കും. എക്സ്പെക്റ്റഡ് ടു ബിക്കം എ ഡോക്ടർ. When Adichie was growing up in Nigeria, she was expected to become a doctor like every student who did well. ഇവിടെ എവർ സ്റ്റുഡൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, എവറി സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. Though deep down, she knew that what she really wanted to do was to write stories. But after 1 year of medical school, she left there because she realized she would be a very unhappy doctor and she didn't want to be responsible for the inadvertent death of her parents. Leaving medical school was a very unusual decision, especially in Nigeria, as it is very difficult to get into such institution. Later, she was told that she had taken a very courageous decision, but what Adichie felt was not courage, but desire to try. Adichie വളർന്നത് നൈജീരിയയിലാണ്. അന്നൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെയും തന്നെ ഡോക്ടർ ആവാൻ മെഡിസിന് ചേരുന്നതായിരുന്നു പതിവ്. ആഡിച്ചി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അവളുടെ പാരൻസും ആഗ്രഹിച്ചത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഡിച്ചിക്ക് ഒരു റൈറ്റർ ആകാനായിരുന്നു ആഗ്രഹം. എന്നിട്ടും അവൾ മെഡിക്കൽ സ്കൂളിൽ ചേർന്നു. ഒരു സൈക്കാട്രിസ്റ്റ് ആവാമെന്ന് ആഗ്രഹിച്ചു. കാരണം ഒരു സൈക്കാട്രിസ്റ്റിന് മുന്നിലേക്ക് വരുന്നവർക്ക് പറയാനുള്ളത് അവരുടെ കോംപ്ലിക്കേറ്റഡ് ആയ ജീവിതമായിരിക്കും അല്ലേ. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെയും തന്നെ തൻ്റെ റൈറ്റിംഗ് കരിയറിന് പ്രയോജനപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ അവിടെ മെഡിക്കൽ സ്കൂളിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു കാര്യം മനസ്സിലായി. തനിക്ക് ഈ കരിയറിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാവില്ല. തൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനും തനിക്കാവില്ല. സോ ഫൈനലി അവൾ മെഡിക്കൽ സ്കൂളിനോട് വിട പറയാൻ തീരുമാനിച്ചു. അന്നത് തികച്ചും ഒരു അൺയൂഷ്വലായൊരു തീരുമാനമായിരുന്നു. എസ്പെഷ്യലി നൈജീരിയ പോലൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. കാരണം എല്ലാവർക്കും ഇതത്ര എളുപ്പമായി കിട്ടിയിരുന്ന ഒന്നായിരുന്നില്ല. പിന്നീട് പലരും ആഡിച്ചയോട് പറഞ്ഞിട്ടുണ്ട് അന്നെടുത്തത് ഒരു കറേജിയസ് ഡിസിഷൻ ആയിരുന്നുവെന്ന്. എന്നാൽ ആഡിച്ചയ്ക്ക് അന്ന് തോന്നിയത് കറേജ് ആയിരുന്നില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ആഗ്രഹമായിരുന്നു. സോ അവൾ ട്രൈ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവളുടെ ആദ്യകാല എഴുത്തുകളൊന്നും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. എന്നാലും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. Adichie's advice. Adichie says that world can be bent into the shape we want, but we can try and make a true effort. Adichie urges them to try and create the world they want to live in, and she asks them to use these opportunities. She tells them to write television shows in which female strength is shown as not remarkable but normal. Teach students to see vulnerability as human rather than a female trait. Commission magazine articles that teach men how to keep a woman happy as there are enough on how to keep a man happy. ആഡിച്ചി ഗ്രാജുവേറ്റ്സിനോട് പറയാണ്, നമുക്ക് ആവശ്യമുള്ള പോലെ ലോകം നമ്മളിലേക്ക് വരില്ല, പക്ഷെ നമുക്ക് അതിനായി നല്ലതുപോലെ എഫേർട്ട് എടുക്കാൻ ശ്രമിക്കാം. ആഡിച്ചി അവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഒരു വേൾഡ് നിങ്ങൾ തന്നെ സൃഷ്ടിക്കണം. അതിനായി പല അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. അവരോട് ആഡിച്ചി പറയാണ്, ഫീമെയിൽ സ്ട്രെങ്ത് കാണിക്കുന്നതിനായി ടെലിവിഷൻ ഷോസിന് വേണ്ടി എഴുതൂ. റിമാർക്കബിൾ ഫീച്ചേഴ്സിന് ഒന്നിനെക്കുറിച്ചൊന്നും എഴുതണമെന്നില്ല, നോർമലായി തന്നെ ധാരാളം എഴുതുക. അതുപോലെ തന്നെ മാഗസിനുകളിലൊക്കെ ആർട്ടിക്കിൾസ് എഴുതാം. അതായത് ഹൗ ടു കീപ്പ് എ വുമൻ ഹാപ്പി എന്നൊക്കെ ടോപ്പിക്കിനെ കുറിച്ച്, ഹൗ ടു കീപ്പ് എ മാൻ ഹാപ്പി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് അധികമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലോകം നിങ്ങളായി തന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സൃഷ്ടിക്കുക എന്ന് അവരോട് ഉപദേശിക്കുകയാണ്. The previous 3 weeks. Adichie tells them that the previous 3 weeks had been the most emotionally difficult in her life because her 83-year-old father had been kidnapped near his home in Nigeria. They had to negotiate with the threatening strangers, not always sure if Adichie's father was alive. He was released after they paid a ransom. She felt rage,
That he had to go through such an experience, but it has made Adichie rethink what really matters and what doesn't, what she values and what she doesn't. She urges the graduates to think about what matters and what does not. കഴിഞ്ഞ 3 ആഴ്ചകളിൽ താൻ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ചും ആഡിച്ചി ഇവിടെ പറയുകയാണ്. തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഇമോഷണലി ഡിഫിക്കൽട്ടായ ടൈമിലൂടെയായിരുന്നു കടന്നു വന്നത് താൻ. കാരണം തൻ്റെ 83ഓളം വയസ്സ് പ്രായമുള്ള അച്ഛനെ നൈജീരിയയിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് വെച്ച് ആരോ കിഡ്നാപ്പ് ചെയ്തു. അവർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തൻ്റെ ഫാദർ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ ഉറപ്പില്ലാതെ അവരുമായി ചർച്ചകൾ നടത്തേണ്ടി വന്നു. ലാസ്റ്റ് നല്ലൊരു തുക നൽകിയ ശേഷമാണ് അവർ അദ്ദേഹത്തെ റിലീസ് ചെയ്തത്. ഈ പ്രായത്തിലും തൻ്റെ അച്ഛന് ഇത്തരം എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ച് ആഡിച്ചിക്ക് നല്ല ദേഷ്യം വന്നു. എന്നാൽ ഈ സംഭവത്തോടെ എല്ലാത്തിനെയും പറ്റിയും അവൾ ഒന്ന് റീതിങ്ക് ചെയ്യാൻ ശ്രമിച്ചു. തനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയവ ഏതൊക്കെയാണ്, അല്ലാത്തവ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ മൂല്യവത്തായത് ഏതാണ്, അല്ലെങ്കിൽ മൂല്യവത്തായത് എന്ന് താൻ കരുതുന്ന കാര്യങ്ങൾ ഏതാണ്, അല്ലാത്തവ ഏതാണ് എന്നൊക്കെ അവൾ ചിന്തിച്ചു. ഗ്രാജുവേറ്റ്സിനോട് ആഡിച്ചി പറയുന്നതും അതുതന്നെയാണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നവ അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ളത് എന്ന് കരുതുന്നവ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കണം എന്ന് പറയുന്നു. Adichie's advice as a big sister. All over the world, girls are brought up twisted into shapes that suit other people. Adichie asked them not to twist themselves into such shapes. If someone like that version of you, it's a false version and not the real you. There are people out there who will like the real you. Adichie considers herself lucky that her writings has given her a platform that she chooses to talk about things that she cares about. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ വളരുന്നത് അല്ലെങ്കിൽ അവരെ വളർത്തുന്നത് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഒരു മോൾഡിലേക്ക് ഫിറ്റ് ഷേപ്പ് ആക്കിയാണ്. അതായത് പെൺകുട്ടികൾ അടങ്ങിയും ഒതുങ്ങിയും വേണം വളരാൻ. അതുപോലെ പല കാര്യങ്ങളും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? സൊസൈറ്റിയുടെ മുന്നിൽ ഒരു നല്ല പെൺകുട്ടി എന്ന് പറയുന്നത് അവർ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള ആ അച്ചിലേക്ക് ഫിറ്റ് ആവുന്ന തരത്തിൽ ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികളെയാണ്. അതായത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്യൂട്ട് ആവുന്നവരെ. ആഡിച്ചി അവരോട് പറയുന്നത് അത്തരം ഷേപ്സിലേക്ക് നിങ്ങൾ വാർത്തെടുക്കരുത് എന്നാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ വേർഷനാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ വേർഷൻ അല്ല, നിങ്ങളുടെ ഫേക്ക് വേർഷൻ മാത്രമാണ്. നിങ്ങളുടെ റിയൽ സെൽഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. താൻ മനസ്സിൽ കരുതുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും എല്ലാം തുറന്നു പറയാൻ തൻ്റെ റൈറ്റിംഗ് കരിയർ തനിക്കൊരു നല്ല പ്ലാറ്റ്ഫോം ആണെന്നും സോ അങ്ങനെ ഒരു അവസരം ലഭിച്ചതിനാൽ താൻ വളരെ ലക്കിയാണെന്നും ആഡിച്ചി ഗ്രാജുവേറ്റ്സിനോട് പറയുന്നു. Gender. Adichie and her mother do not agree on many things regarding gender. Her mother believes that there are certain things a person should do simply because she is a woman, such as nod and smile, even when it is the last thing one wants to do, or get married and have children. Adichie can think of reasons for doing these, but not because one is a woman. She advises a class of 2015 never accept because you are a woman as a reason for doing or not doing anything. ആഡിച്ചിക്ക് അമ്മയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്നാൽ ആഡിച്ചിയും അമ്മയും തമ്മിൽ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എസ്പെഷ്യലി ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അമ്മയുടെ അഭിപ്രായം ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ്. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തലയാട്ടി സമ്മതിക്കുക, പുഞ്ചിരിക്കുക, അങ്ങനെയൊക്കെ. അൾട്ടിമേറ്റ് ആയിട്ട് പെൺകുട്ടികളായാൽ വിവാഹം കഴിച്ചിരിക്കണം, കുട്ടികളുണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ ചില ധാരണകളാണ് അമ്മയ്ക്കുള്ളത്. ആഡിച്ചിയുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഒരു പെൺകുട്ടിയെ ജനിച്ചതുകൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യണം എന്ന് ആഡിച്ചിക്ക് യോജിപ്പില്ല. ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആവാം, കുട്ടികൾ വേണമെന്ന് അവൾക്ക് തോന്നുകയാണെങ്കിൽ അതുമാവാം. അല്ലാതെ എല്ലാ പെണ്ണുങ്ങളും ജീവിക്കുന്നത് തന്നെ വിവാഹം കഴിക്കാനും കുട്ടികളുണ്ടാവാനും മാത്രമാണെന്ന അഭിപ്രായം ആഡിച്ചിക്കില്ല തന്നെ. അതൊക്കെ കൊണ്ട് തന്നെ വെല്ലസ്ലി കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന 2015 ബാച്ചിലെ പെൺകുട്ടികളോട് ആഡിച്ചിക്ക് പറയാനുള്ളത്, സ്ത്രീ ആയതിൻ്റെ പേരിൽ പലതും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പലതും ചെയ്തേ പറ്റൂ എന്നൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾക്കും കടന്നു പോകേണ്ടി വരാം. പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. ആഡിച്ചി കൺക്ലൂഡ്സ് എ സ്പീച്ച് ഓൺ ദ നോട്ട് ഓഫ് ലവ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ്. Girls and women are praised for their love when they give it, but love is both give and take. ആഡിച്ചി സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. സ്നേഹമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. സ്നേഹമാണ് അഖിലസാര മൊഴിയിലല്ലേ? സ്ത്രീകളെന്നാൽ അല്ലെങ്കിൽ പെൺകുട്ടികളെന്നാൽ സ്നേഹത്തിൻ്റെ പര്യായമാണ് എന്നാണ് വെപ്പ് അല്ലേ? സ്നേഹം നൽകുന്നതിനാൽ തന്നെ അവരെ ലോകം വാഴ്ത്തുന്നു. എന്നാൽ നിങ്ങളോട് പറയാനുള്ളത് സ്നേഹം കൊടുക്കുവാൻ മാത്രമുള്ളതല്ല, മറിച്ച് ലഭിക്കുവാൻ വേണ്ടിയുള്ളത് കൂടിയാണ്.
അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.